സമ്പത്ത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു. അപ്പോൾ ഈ മഹർഷിമാരെ സപ്തർഷികളുടെ മുമ്പിൽ അദ്ദേഹം എത്തിപ്പെട്ടപ്പോൾ മഹർഷിമാർ ചോദിച്ചു, അല്ല, നീ ഈ ചെയ്യുന്ന മുഴുവൻ നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ? ഈ ദുർവൃത്തികൾ മുഴുവൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ ചെയ്യുന്ന പാപങ്ങൾ മുഴുവൻ നിൻ്റെ കുടുംബം പങ്കുവയ്ക്കുമോ എന്ന് നീ ചോദിച്ചിട്ട് വരുമോ, ഞങ്ങളിവിടെ കാത്തു നിൽക്കാം. ഇത് കേട്ടപ്പം വേഗം പോയി അവർക്ക് എല്ലാം വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ എല്ലാം പാപം നിങ്ങളും കൂടി ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അത് കേട്ടപ്പോഴേക്കും മനംമാറ്റം വന്നു. രത്നാകരന് മനംമാറ്റം വന്ന് വേഗം ഓടി വന്ന് സപ്തർഷികളുടെ മുമ്പിൽ അങ്ങ് നമസ്കരിച്ചു. അവർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒന്നും നീ വിഷമിക്കണ്ട, നീ ഇവിടെ ഇരിക്കുക, മരാമരേതി ജപിച്ച് നീ ഏകാഗ്രചിത്തമാക്കി അനാരതം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു ജപം തുടങ്ങി. മരാമരേതി, രാമനാമത്തിൻ്റെ മഹത്വം കൂടെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരവസ്ഥയിലായിരുന്നില്ല രത്നാകരൻ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അതും ജപിച്ച് അവിടെ ഇരുന്ന് ആ രാമ 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 രാമനാമം മാത്രമായി അത് അങ്ങനെ ലോപിച്ച് വരിക എന്ന് പറയുന്നുണ്ടല്ലോ അക്ഷരങ്ങൾ. അങ്ങനെ രാമനാമം മാത്രം ജപിച്ച് ഇരുന്ന അദ്ദേഹം പുറ്റ് വന്നങ്ങ് മൂടി. സംസ്കൃത ഭാഷയിലെ വാൽമീകം വന്ന് അങ്ങ് അദ്ദേഹത്തെ മൂടിക്കഴിഞ്ഞു. സപ്തർഷികൾ തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ ശബ്ദം മാത്രം കേൾക്കുന്നു. അവരിങ്ങനെ ശ്രദ്ധിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം? രാമനാമാണ് കേൾക്കുന്നത്. ഇങ്ങനെ ആലോചിച്ച് വന്ന് അന്വേഷിച്ച് നോക്കിയപ്പം ആ പുറ്റിൻ്റെ അവിടെ ഉള്ളിൽ നിന്നാണ്. ആ പുറ്റ് തട്ടി മാറ്റിയപ്പം കൃഷകാത്രനായി ഒരു എന്താ പറയുന്ന ഉറച്ച മനസ്സോടെ നിശ്ചലനായിരുന്ന് രാമനാമം ജപിക്കുന്ന ആ രത്നാകരനെയാണ് കണ്ടത്. അന്ന് മുതൽ രത്നാകരൻ മാറി. അദ്ദേഹം ആത്മജ്ഞാനിയായി. മഹർഷിമാർ അദ്ദേഹത്തിന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം രാമായണം രചിക്കാനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിന് നേടാൻ കഴിയും. അതെന്തുകൊണ്ട്? ഈ രാമനാമത്തിൻ്റെ ശക്തി. രാമനാമത്തിന് അത്രയും നമ്മൾ മഹാദേവനാണ് ആദ്യം രാമനാമം ജപിച്ചത്. പാലാഴിമഥന സമയത്ത് ആ വിഷം കഴിച്ചല്ലോ. ആ വിഷം കഴിച്ച സമയത്ത് അത് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ രാമനാമം ജപിക്കുകയാണ് ചെയ്തത് മഹാദേവൻ. ആ സിരകളിലേക്ക് രാമനാമത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് അതറിയാമല്ലോ. അതുകൊണ്ട് രാമനാമത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ഇതും ഉണ്ടായില്ല. ആ വിഷം അവിടെ നിന്നു. പാർവതി തടഞ്ഞു എന്നെല്ലാം ഇങ്ങനെ കഥയിൽ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ആധ്യാത്മികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇതുകൊണ്ടും ശക്തി കൊണ്ടും രാമനാമത്തിൻ്റെ ശക്തി കൊണ്ടും യാതൊരു വിഷമവും ഭഗവാൻ ഉണ്ടായിട്ടില്ലല്ലോ. അത് മഹാദേവനും വിഷ്ണു ഭഗവാനും ഒറ്റ ഒരു ശക്തിയാണ്. രണ്ട് രൂപത്തിലാണ്, രണ്ട് ഉപാസനയിലാണെന്ന് മാത്രം. പിന്നെ നമ്മളെ പുരാതന അതിലൊക്കെ എത്ര കഥാപാത്രങ്ങൾ. അജാമിളൻ, പണ്ടൊരജാമിളൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണു നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രാഹ്മണനായി ജന്മം കിട്ടി, സന്മാർഗിയായി ജീവിക്കേണ്ട അദ്ദേഹം ദുർമാർഗിയായി ജീവിച്ചു. കുറേ പുത്രന്മാരുണ്ടായി. അതിൽ അവസാനത്തെ പുത്രന് നാരായണനാമം ആണ് കൊടുത്തത്. നാരായണ എന്നാണ് നാമം പേരിട്ടത്. അവസാനം ശയ്യാവലംബിയായി സുഖമില്ലാതെ കടന്നു കഴിഞ്ഞപ്പം നാരായണ എന്നൊന്ന് വിളിച്ചു. ആ നാമജപത്തിൻ്റെ ഒരേ ഒരു കൊണ്ട് മാത്രം യമഭടന്മാരെ തള്ളി മാറ്റി വിഷ്ണുഭാഷന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹത്തിന് സാക്ഷാത്കാരം ലഭിച്ചല്ലോ. ഇത് പറയുന്നത് നമ്മൾ ധ്രുവകുമാരൻ. ഇതൊക്കെ നമ്മുടെ ഭാഗവതത്തിലുള്ള കഥകളാണ്. ഇതൊന്നും ഞാൻ വിസ്തരിച്ചിവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ആ ധ്രുവകുമാരൻ്റെ പിതാവിൻ്റെ മടിയിൽ നിന്നും അത്രയും വേദനയോടെ ഇറങ്ങിത്തിരിച്ച കുമാരൻ താഴെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ ഒന്നും വിഷമിക്കണ്ട, ഭഗവാനെ ഭജിച്ചോളൂ. ഇതെല്ലാം അമ്മമാർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത് അതേ ഉള്ളൂ ഉപദേശം. ഭഗവാനെ ഭജിക്കൂ. ഈ പിഞ്ചു ബാലന് ഈ അമ്മേനെ ഭജിക്കാനുള്ള ഒന്നും അറിയില്ല. നിഷ്കളങ്കനായ കുട്ടിയാണ്. ഇവിടെ ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടുമുട്ടുന്നു ആരനെ?
നാരദ മഹർഷിനെ. നാരദർ വീണയിലെന്നും മുഴങ്ങുന്ന പ്രേമസ്വരമാണു നാരായണ. അപ്പം ആ ഭഗവാന്റെ നാരദ മഹർഷീൻ്റെ ഉപദേശമാണ്, മോൻ ഒന്നും വിഷമിക്കണ്ട മകനെ, ഞാൻ ഭഗവാന്റെ രൂപം ഞാൻ പറഞ്ഞു തരാം, ഭഗവാനെ ഭജിക്കാനുള്ള മന്ത്രവും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചു കൊടുക്കുമെന്ന്. എന്താ പറയുന്നത്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ദ്വാദശാക്ഷരി മന്ത്രം അത് ഉറച്ചിരുന്ന് ജപിച്ചോളൂ. ഭഗവാന്റെ രൂപം ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞു കൊടുത്തു. അതും ധ്യാനിച്ച് ഭക്ഷണമില്ല ഉറക്കവുമില്ല ഒന്നുമില്ലാതെ ഈ പിഞ്ചു ബാലൻ ഇരുന്ന് തപസ് ചെയ്തു. അപ്പോൾ ഉള്ളിൽ മുഴുവൻ ആ ഭഗവാന്റെ രൂപമാണ്. ഒരു 3-4 മാസം കഴിഞ്ഞപ്പം ഭഗവാൻ അവിടെ ഇരിക്കപ്പുറത്തില്ലാതായി. കാരണം ഈ കുട്ടിയുടെ കാഴ്ച തപസ്സിൻ്റെ കാഠിന്യം അത് സഹിക്കാൻ കഴിയാതായിട്ട് അദ്ദേഹം മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ധ്രുവൻ കണ്ണു തുറക്കുന്നില്ല. കാരണം ഉള്ളിൽ ഇതല്ലേ വിചാരം, ഈ രൂപം മുഴുവൻ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഭഗവാൻ അത് മനസ്സിലായി, വേഗം ഉള്ളിലുള്ള രൂപം അങ്ങ് മറിച്ചു. പെട്ടെന്ന് ഉള്ളിലെ രൂപം കാണാതെ ആയപ്പം പെട്ടെന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പം കാണുന്നത് മഹാവിഷ്ണു ആ രൂപമാണ്. ആ കണ്ടു കഴിഞ്ഞപ്പം ഒന്നും പറയാൻ കഴിയണ്ടേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമായ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം മുഴുവൻ അതേ അനുഭവമാണ് ആ ബാലനുണ്ടായത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ ആ ഇത്ര പിഞ്ചു ബാലിന് ഇത്രയും ഭാഗ്യം കിട്ടിയില്ലേ. എന്നിട്ട് വേഗം വീണങ്ങ് നമസ്കരിച്ചു. എടുത്തു നോക്കി മനസ്സിലായി, ഒന്നും മിണ്ടാതെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആ കുട്ടി. അപ്പം വേഗം എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുള്ള ശംഖ് കൊണ്ട് ആ കവളത്തൊന്ന് തടവി. അവിടുന്ന് ആത്മജ്ഞാനം കിട്ടിയിട്ട് സ്തുതി അങ്ങ് തുടങ്ങി. യോന്തപ്രവേശ്യമാജിമം പ്രസുപ്ത സഞ്ജീവനത്യഖിലശക്തിയരസ്വദാംന അന്യാംശ ഹസ്തചരണാനും ശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അവിടുന്ന് അങ്ങ് തുടങ്ങുവാണ് സ്തുതി. ഭഗവാനല്ലേ ആത്മജ്ഞാനം കൊടുത്തിരിക്കുന്നത്, എന്നെ വേണ്ടി എന്താ വിഷമം? എനിക്ക് ഈ വാക്കുകൾ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് ഈ വാക്കുകൾ ജപിക്കാനും പറയാനും അദ്ദേഹത്തിനെ സ്തുതിക്കാനുള്ള ശക്തി ഒന്നാണ്. അങ്ങനെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ കുറേ ശ്ലോകങ്ങളുണ്ട് ആ സ്തുതിയായിട്ട്. ഇതെല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഭാഗവതം വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, അതായത് നമ്മൾ സ്ഥിരമായിട്ടതൊരു ഉപാസനയായിട്ട് എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇപ്പം വിഷ്ണു സഹസ്രനാമമായാലും എന്താ പറയേണ്ടത്, ഭാഗവതത്തിലെ ഓരോ സ്തുതികളും ശ്ലോകങ്ങളും എല്ലാം നമ്മളൊരു ഉപാസനയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് വളരെയധികം മനോവേദയോടുകൂടി ഇരിക്കുന്ന ധർമ്മപുത്രർ, അദ്ദേഹത്തിന് എന്തിനാ മനോവേദം എന്ന് ചോദിക്കും. എന്താ രാജഭാരം കിട്ടിയില്ലേ, രാജഭരണമെല്ലാം തിരിച്ചു കിട്ടിയില്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ മനോവേദ എന്താ, ഈ ആരോടായാലും യുദ്ധം ചെയ്തിരുന്ന സഹോദരന്മാരോട്. ആ മനോവേദയോട് ഇരിക്കുന്ന ധർമ്മപുത്രരെ കണ്ടപ്പം ഭഗവാന് മനസ്സിലായി, ഇങ്ങനെ ഇരുന്നാൽ വിഷമാണെന്ന് വിചാരിച്ചിട്ട് ആ ധർമ്മപുത്രരെയും കൂട്ടിയിട്ട് യുദ്ധഭൂമിയിൽ സ്വച്ഛന്ദമൂർത്തി കൈവരിക്കാൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹനെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന് കണ്ട മാത്രമേ മനസ്സിലായി ധർമ്മപുത്ര ആകെ കലുഷിത മനസ്സോടുകൂടി ഇരിക്കുകയാണെന്ന്. അവിടുന്ന് ഉപദേശിച്ചു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇതൊരു ഉപാസനയായി കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ശക്തിയോട് കൂടിയിട്ടും ഒരു പ്രചോദനത്തോട് കൂടിയിട്ടും എല്ലാ തരത്തിലുള്ള സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നു. എന്തുകൊണ്ട്? ഈ നാമോജപ ഉപാസന കൊണ്ട് മാത്രം തന്നെ. ഒരിക്കലും നമ്മളത് കൈവിടാൻ പാടില്ല. നമ്മുടെ കയ്യിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ പ്രഹ്ലാദകുമാരൻ, ഈ കഥയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊന്നും പ്രത്യേകിച്ച് വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും നാമജപത്തിൻ്റെ ഇത് പറയുമ്പോൾ നമുക്കതൊന്നും പറയുന്നു തൊട്ടു പോകാതിരിക്കാൻ പറ്റില്ല. പ്രഹ്ലാദകുമാരൻ്റെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ വിഷ്ണു വിരോധിയായ അച്ഛൻ, വിഷ്ണു ഭക്തനായ ഭഗവാൻ പ്രഹ്ലാദൻ. അതെന്തുകൊണ്ട്? ആ നാരദ മഹർഷിയുടെ ഉപദേശം, ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ നാരദ മഹർഷിയുടെ ഉപദേശം കിട്ടിയതുകൊണ്ട് ഓം നമോ നാരായണായ എന്നുള്ള നാമം മാത്രമേ പ്രഹ്ലാദൻ്റെ നാവിലുണ്ടായിരുന്നുള്ളൂ. എല്ലാ പീഡനങ്ങളും പുഷ്പം പോലെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ കുമാരന് നാമശക്തിയല്ലേ.
നാമത്തിൻ്റെ ശക്തി നമുക്ക് ഇനി, ഞാൻ പറഞ്ഞില്ലേ, ഇനി പറഞ്ഞാലും നമുക്ക് തീരാൻ പോകുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് ഓരോ പ്രതിസന്ധി വരുന്ന സമയത്തും നമുക്കിത് അനുഭവവേദ്യമാണ്. നമുക്ക് ഉറച്ച മനസ്സോടെ ഇതെല്ലാം നമുക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും. അത് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതാ പറയുന്നത്, ഗുരു നല്ല ഫോളോ ദ മാസ്റ്റർ, ഫേസ് ദ ഡെവിൽ, ഫൈറ്റ് ടു ദ എൻഡ്, ഫിനിഷ് ദ ഗെയിം. ഇതൊരു ഗെയിമാണ് നമ്മുടെ ജീവിതം. ആ ഗെയിം നമ്മൾ നന്നായി കളിച്ചു പറ്റും. അവിടെ നമുക്ക് പരാജയം പാടില്ല. ആ പരാജയം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന ആ ഒരു നിധി, നമുക്ക് കിട്ടിയത്, നമ്മൾ ആ ഒരു നമുക്കൊരു കിട്ടിയ അടിത്തറ, അത് നമ്മൾ കൊണ്ടു നടക്കണം. നമ്മൾ കൊണ്ടു നടന്നാൽ മാത്രം പോരാ. നമ്മുടെ കൊച്ചു കുട്ടികൾ, നമ്മുടെ ഭാവി തലമുറ, അതാണ് നമ്മുടെ സമ്പത്ത്. അവരെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞൂടാ. ഇന്ന് ആശങ്കയോടുള്ളൊരു സന്ദർഭങ്ങളാണ്. ടെക്നോളജി അത്രയും ഉയർന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്നാലേ അവർക്കും അവരുടെ വരുന്ന ജീവിതത്തിൽ ഒരു ആത്മധൈര്യം എല്ലാറ്റിനും ഉണ്ടാവുള്ളൂ. അത് സംശയമൊന്നുമില്ല. കാരണം നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് അനുഭവമല്ലേ ഏറ്റവും വലിയ ഗുരുനാഥൻ. അതിലപ്പുറം എന്താ വേണ്ടേ? അതുകൊണ്ട് നമ്മളാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുട്ടികളും, നമ്മുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവർക്കും ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം നാമം ജപിക്കാൻ നമ്മൾ പ്രേരണ കൊടുത്തേ പറ്റൂ. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാമജപത്തിൻ്റെ മാഹാത്മ്യം നമുക്കിനി എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ കൂടുതൽ പറഞ്ഞ് ഒരു സമയം പരിധി നമ്മൾ വെച്ചിട്ട് അത് നിർത്താനേ നമുക്ക് പറ്റും. അതിപ്പോൾ നമ്മൾ ഏത് ഒരു പരിപാടി നടത്തുകയാണെങ്കിലും, ഭാഗവതം വായിക്കുകയാണെങ്കിലും, ഭാഗവതം പറയുകയാണെങ്കിലും, നമ്മളൊരു പരിധി വിട്ട് പോയാൽ അതെല്ലാവർക്കും അതൊരു പ്രയാസമായി മാറും. കാരണം ജീവിതത്തിൽ പല ഇതും, ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിരുന്നു. എൻ്റെ സുഹൃത്ത് എല്ലാവരും എനിക്ക് പരിചയമുള്ള മുഖങ്ങളുമാണ്, എൻ്റെ സ്വന്തം ആൾക്കാരുമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇനി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഇനി ഓരോന്ന് പറയണമെന്ന് തോന്നും. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പരിധി വെച്ചിട്ടില്ലെങ്കിൽ അതെല്ലാവരുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു സമയനിഷ്ഠ നമ്മൾ വയ്ക്കുക. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് പറയണം. ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് അതിനൊക്കെ പറ്റുമോ? അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രഭാഷണമൊക്കെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടി ഇരിക്കും, നമ്മളെല്ലാവരും കൂടി സമ്മതിക്കും, നമ്മൾ വായിക്കും, അങ്ങനെ നമ്മൾ ദിവസങ്ങൾ നീക്കുമെന്ന്. ഓരോ ഭാഗവതത്തിൻ്റെ ഓരോ നല്ല നല്ല സന്ദർഭങ്ങൾ വരുമ്പം നമ്മളൊരു ആശയവിനിമയം നടത്തും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയേണ്ടത് പങ്കുവെച്ചിട്ടാണ് നമ്മൾ, അങ്ങനെയാണ് നമ്മുടെ ഈ വായന ഇവിടെ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു കൂട്ടായ്മയിൽ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ എന്തിനു പുറപ്പെട്ടാലും നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തരുന്നത് നമ്മുടെ മേൽശാന്തി. നമ്മളെല്ലാവരും പ്രായം കഴിഞ്ഞവരാണ്, സായമേളയിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ള എല്ലാവരും. നമ്മളെ മക്കളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടുതലായിട്ട് എനിക്കിനി പറയാനില്ല. നമ്മളെ മക്കളെ അതിലേക്ക് കൊണ്ടുവരണം, അവരെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അവർക്കൊരു ആധ്യാത്മിക അടിത്തറ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നും കൂടെ നമുക്കൊരു ബോധം വേണം. എന്നാൽ നമ്മുടെ ജീവിതം സാർത്ഥകമാണ്. ഇപ്പോൾ ചിന്മയാനന്ദ അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയണത്. ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞാൽ മതി. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് ചെറിയ പ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ചെറിയ കുട്ടിയാണ്, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന്. പക്ഷെ അന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ എന്തോ ഉള്ളിലൊരു ഇത്. കാരണം അദ്ദേഹം അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ ഓങ്കാരത്തിലേക്ക് പോകണം. അഹങ്കാരം പാടില്ല. അതേമാതിരി ക്രോസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രോസ് അദ്ദേഹം ചോദിക്കും. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. സ്വാമിജിയുടെ നല്ലൊരു എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന ഇതൊക്കെ. അദ്ദേഹത്തിൻ്റെ അങ്ങനെ നോക്കിയിരുന്നു പോവും, അദ്ദേഹത്തിന് കേട്ടിരുന്നു പോവും നമ്മൾ. അങ്ങനെ ഓരോ സായാഹ്നങ്ങൾ കുറേ ദിവസമായിട്ടുള്ള പ്രഭാഷണമായിരുന്നു. അതിൽ 1-2 ദിവസം പോകാൻ സാധിച്ചു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക്, അന്ന് കുട്ടികളായാലും കൂടി അത് ഉള്ളിലേക്ക് നമുക്ക് കയറിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രായം ഇത്രയായല്ലോ, അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്ക് ഭഗവാൻ തന്നതാണ്. ആര് പറഞ്ഞാലും അതിലത്തെ നന്മ സ്വീകരിക്കാൻ, അതിൽ അന്തസ്സിത്ത സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം.
ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷ പറയുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ ആ അടിത്തറകൾക്കൂടെ തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു അവസരം സീതാജി തന്നു. അത് സീതാജിക്ക് ആദ്യം നമസ്കാരം പറയട്ടെ. എനിക്ക് കൂടുതൽ ഒന്നും ഇനി പറയാനില്ല. നമ്മൾ എല്ലാവരോടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ, ഭഗവാന്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കട്ടെ. ഗോവിന്ദേതി സദാ ധ്യാനം, ഗോവിന്ദേതി സദാ ജപം, ഗോവിന്ദേതി സദാ ധ്യാനം, സദാ ഗോവിന്ദ കീർത്തനം. ഹരി ഓം.